ലോകകപ്പ് ആവേശത്തിൽ മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ ആരവവും സൗഹൃദ മത്സരവുമായി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശം സ്കൂൾ ക്യാമ്പസിലേക്കും പടർത്തിയാണ് മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ ആരവം സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ആരാധകരായ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ പ്രകടനത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കമായത്. വിവിധ രാജ്യങ്ങളുടെ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ ലോകകപ്പ് അന്തരീക്ഷം സ്കൂൾ മുറ്റത്ത് തന്നെ സൃഷ്ടിച്ചു. തങ്ങൾ പിന്തുണയ്ക്കുന്ന ടീമുകൾക്ക് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നടത്തിയ പ്രകടനത്തിന് ശേഷം സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ 10 ടീമുകളാണ് പങ്കെടുത്തത്. കമന്ററി പറയാൻ ആഗ്രഹമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേജിലേക്ക് എത്താവുന്നതാണ്. ബിജുമാഷ് എത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും എത്താവുന്നതാണ്. ഈ മാച്ചിന്റെ കമന്ററി പറയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും എത്താം. പൂർവ്വ വിദ്യാർത്ഥികളുടെ 2 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുള്ള 4 ടീമുകളും ഹൈസ്കൂൾ വിഭാഗത്തിലെ 2 ടീമുകളും UP വിഭാഗത്തിലെ 2 ടീമുകളും മത്സര രംഗത്തിറങ്ങി. മത്സരാർത്ഥികൾക്കിടയിൽ പരസ്പര പ്രോത്സാഹനവും ആരോഗ്യകരമായ മത്സര മനോഭാവവും പ്രകടമായിരുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഓരോ രാജ്യങ്ങളുടെയും ജേഴ്സികൾ അണിഞ്ഞെത്തിയത് പരിപാടിക്ക് കൂടുതൽ വർണ്ണപ്പകിട്ടേകി. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ലോകപ്രശസ്ത ടീമുകളുടെ ആരാധകരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇഷ്ട ടീമുകൾ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു. എല്ലാ വർഷവും അർജന്റീനയാണ് ജയിച്ചത്. ഈ വർഷം ഉറപ്പാ കപ്പ് ഞങ്ങൾക്ക് തന്നെ. ഏതും എടുക്കില്ല, ബ്രസീൽ ഒന്നുമില്ല, അർജന്റീനക്കാരെ എടുക്കുള്ളൂ. അർജന്റീനയെ ജയിക്കുള്ളൂ, ആരുമില്ല, അർജന്റീന മാത്രം. മെസ്സിയെ ജയിക്കുള്ളൂ, ഉറപ്പാ കപ്പ് പിടിക്കും, ഉറപ്പ്. എന്തായാലും പോർച്ചുഗൽ തന്നെ കപ്പ് അടിക്കുള്ളൂ, ഞങ്ങൾ തന്നെ കപ്പ് തൂക്കുള്ളൂ. എന്തായാലും ബ്രസീൽ തന്നെ കപ്പ് എടുക്കുള്ളൂ. 5 വേൾഡ് കപ്പ് ഉണ്ട്, എന്തായാലും ബ്രസീൽ എടുക്കുള്ളൂ. ഇഞ്ചറിയാണ് പറഞ്ഞിട്ടൊന്നും ആരും നോക്കണ്ട. അർജന്റീനയും പോർച്ചുഗലും ഒന്നും എടുക്കില്ല. ഇത്തവണ കപ്പ് എന്തായാലും ബ്രസീൽ തന്നെ. പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ച പ്രധാന അധ്യാപിക N. പത്മ, ഫുട്ബോൾ പോലുള്ള കായിക ഇനങ്ങൾ വിദ്യാർത്ഥികളിൽ ശാരീരികക്ഷമതയും ആത്മവിശ്വാസവും നേതൃപാഠവും വളർത്താൻ സഹായിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. നമ്മുടെ സ്കൂളിൽ ഫുട്ബോൾ ആരവം നടക്കുകയാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 2 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ 4 ടീമുകളും ഹൈസ്കൂളിൻ്റെ 2 ടീമുകളും UPയുടെ 2 ടീമുകളും ആകെ 10 ടീമുകളാണ് ഈ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അണിനിരക്കുന്നത്. ഇതുവഴി കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കാനും അവരിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉടലെടുക്കാനും തുടർന്ന് ഈ കലയാണ് ലഹരി, ഫുട്ബോളാണ് ലഹരി തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ കുട്ടികൾ ലഹരിക്കെതിരെയുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ വിവിധ മത്സരങ്ങൾ ദിവസവും നടത്തുന്നുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ട്, ഫാൻസ് ഷോ ഇന്ന് നടന്നു. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ജേഴ്സി അണിഞ്ഞ് ഈ ഗ്രൗണ്ടിന് ചുറ്റും റാലിയായിട്ട് നടക്കുകയും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ പതാകകൾ ഉയർത്തി പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാൻസ് ഷോ, പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും പ്രവചന മത്സരങ്ങൾ, ഓരോ കളികളിലും ആരാണ് ജയിക്കുക എന്നുള്ള പ്രവചന മത്സരങ്ങൾ നടത്തുന്നുണ്ട്. ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മത്സരങ്ങളിലൂടെ കുട്ടികളിലെ ഫുട്ബോളിൻ്റെ ആരവം ഉയർത്താനും
ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികൾ നടത്താനും നമ്മുടെ സ്കൂള് കഴിയുന്നതും ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ എല്ലാവരുമുണ്ട്. വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ഒരുമിച്ച് പങ്കെടുത്ത ഫുട്ബോൾ ആരവം സ്കൂൾ ക്യാമ്പസിൽ ആഘോഷാന്തരീക്ഷം സൃഷ്ടിക്കുകയും ലോകകപ്പ് ആവേശത്തിന് കൂടുതൽ നിറം പകരുകയും ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.